അപ്പോൾ ഇന്നത്തെ വീഡിയോ അനസ്തേഷ്യനെ പറ്റിയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഡെഫിനിഷനാണ് അനസ്തേഷ്യയുടെ. അനസ്തേഷ്യ ഈസ് എ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ദാറ്റ് പ്രിവെൻറ്റ് പേഷ്യൻസ് ഫ്രം ഹീലിംഗ് പെയിൻ ഡ്യൂറിങ് എ സർജറി. ഇറ്റ് അലൗ പീപ്പിൾ ടു ഹാവ് പ്രൊസീജിയർ ദാറ്റ് ലീഡ്സ് ടു ഹെൽത്തിയർ ആൻഡ് ലോങ്ങർ ലിവ്സ്. എന്ന് പറഞ്ഞാൽ നമ്മളെന്താ പെയിൻ കുറയ്ക്കുന്നു, അതിനാണ് നമ്മൾ അനസ്തേഷ്യ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിന് വേറെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് വേ ടു കൺട്രോൾ പെയിൻ ഡ്യൂറിങ് എ സർജറി ഓർ എ പ്രൊസീജിയർ ബൈ യൂസിങ് എ മെഡിസിൻ കോൾഡ് anesthetics, and it is help to control your breathing, blood pressure, blood flow and heart rate and rhythm. ആൻഡ് നെക്സ്റ്റ് ഇസ് ടൈപ്സ് ഓഫ് അനസ്തേഷ്യ. ഫസ്റ്റ്ലി നമ്മൾ നാലായിട്ടാണ് നമ്മൾ അനസ്തേഷ്യനെ കാറ്റഗറി ചെയ്തിരിക്കുന്നത്: ജനറൽ, റീജിയണൽ ആൻഡ് ലോക്കൽ ആൻഡ് സെഡേഷനായിട്ടാണ്. അപ്പോൾ ജനറൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ഇൻഡ്യൂസ് ഓഫ് അൺകോൺഷ്യസ് ആൻഡ് ഇമ്മൊബിലിറ്റി. നമ്മൾ ടോട്ടലി എന്താണ് കയ്യോ കാലോ അനക്കാൻ പറ്റാത്ത രീതിയിലാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് റീജിയൻ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് റീജിയൻ ഓഫ് ദ ബോഡി, മീൻസ് ലോവർ ലിംസ്, അപ്പർ ലിംസ് അങ്ങനെയൊക്കെയാണ്. പിന്നെ ലോക്കൽ എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ഏരിയനെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ട്. പിന്നെ സെഡേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ജസ്റ്റ് സെഡേറ്റീവ് മരുന്ന് കൊടുക്കുന്നതാണ്. അപ്പോൾ ദീസ് ആർ ദ ടൈപ്സ് ഓഫ് അനസ്തീഷ്യ: ജനറൽ, റീജിയണൽ. അപ്പോൾ റീജിയണലിൽ തന്നെ നമ്മൾ സ്പൈനൽ, എപ്പിഡ്യൂറൽ ആൻഡ് പെരിഫറൽ നെർവ് ബ്ലോക്ക് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലോക്കലാണ്. ഇനി നമുക്കിത് ഓരോന്നും എങ്ങനെയാണെന്ന് പഠിക്കാം. അപ്പോൾ ഫസ്റ്റ്ലി ജനറൽ അനസ്തീഷ്യ ആണ്. അനസ്തീഷ്യ ഇസ് എ മെഡിക്കേഷൻ ട്രീറ്റ്മെൻറ്റ് ദാറ്റ് കോസസ് എ പേഷ്യൻറ്റ് ടു ബി അൺകോൺഷ്യസ്, സ്റ്റിൽ ആൻഡ് ഫ്രീ പെയിൻ ഡ്യൂറിങ് സർജറി ഓർ പ്രൊസീജിയർ. എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു സ്ട്രോങ് കൺട്രോൾ ഉള്ളൊരു ഒരു അനസ്തേഷ്യ ടെക്നിക്കാണ്. ഇത് നമ്മൾ പേഷ്യൻറ്റിൻ്റെ സർക്കുലേറ്ററി സിസ്റ്റത്തിലേക്കാണ് നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ ഗ്യാസിലോ അല്ലെങ്കിൽ നമ്മൾ ഡ്രഗ്സ് ആയിട്ടോ ആണ് നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ജനറൽ അനസ്തേഷ്യ തന്നെ 3 ടൈപ്പ് ഉണ്ട്: ഇൻഹലേഷൻ ജനറൽ അനസ്തീഷ്യ, IV ജനറൽ അനസ്തീഷ്യ ആൻഡ് ടോട്ടൽ ഇൻട്രാവീനസ് അനസ്തേഷ്യ ഉണ്ട്. അപ്പോൾ ഇൻഹലേഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്പെസിഫിക് ഗ്യാസാണ് ഇൻഹെയിൽ ചെയ്യാൻ കൊടുക്കുന്നത്, ലൈക്ക് ഹാലോത്തീൻ. നെക്സ്റ്റ് IV അനസ്തേഷ്യ എന്ന് പറയുമ്പോൾ നമ്മൾ മെഡിക്കേഷൻ ലൈക്ക് പ്രൊപ്പഫോൾ, കീറ്റാമിൻ, അത് നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്ത് വെയിനിലേക്കാണ്. പിന്നെ ടോട്ടൽ ഇൻട്രാവീനസ് അനസ്തേഷ്യ എന്ന് പറയുമ്പോൾ കോമ്പിനേഷൻ ഓഫ് ദി IV മെഡിക്കേഷനാണ്. അത് നമ്മൾ അനസ്തീഷ്യയിലേക്ക്. നെക്സ്റ്റ് ഇസ് അബൌട്ട് സ്റ്റേജസ് ഓഫ് അനസ്തേഷ്യ. ദർ ആർ 4 സ്റ്റേജസ്: അനാൽജസിയ, എക്സൈറ്റ്മെൻറ്റ്, സർജിക്കൽ അനസ്തേഷ്യ ആൻഡ് മെഡുലറി പാരാലിസിസ്. ഫസ്റ്റ് സ്റ്റേജസ് അനാൽജസിയ എന്ന് പറയുമ്പോഴത്തേക്ക് ബിറ്റ്വീൻ ദ ഇനീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ഇൻഡക്ഷൻ ഏജൻറ്റ്സ്, ലോസ് ഓഫ് കോൺഷ്യസ്നസ് ഡ്യൂറിങ് ദിസ് സ്റ്റേജ്, പേഷ്യൻസ് പ്രോഗ്രസ് ഫ്രം അനാൽജസിയ വിത്തൗട്ട് അംനീഷ്യ ടു അനാൽജസിയ വിത്ത് അംനീഷ്യ. പേഷ്യൻറ്റ് ക്യാരി ഓൺ കൺവേർഷണൽ അറ്റ് ദിസ് ടൈം. അപ്പോൾ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഒരു ഡെലൂരിയം, എന്ന് വെച്ചാൽ ഇൻവോളണ്ടറി എക്സൈറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഈ പീരീഡിൽ നമുക്ക് ലോസ് ഓഫ് കോൺഷ്യസ്നസ് ആൻഡ് മാർക്കറ്റ് ഓഫ് എക്സൈറ്റഡ് ആൻഡ് ഡെലൂരിയസ് ആക്ടിവിറ്റി. ഈ സ്റ്റേജിൽ റെസ്പിറേറ്ററി ആൻഡ് ഹാർട്ട് റേറ്റ് ബിക്കം ഇറഗുലർ ആവുന്നു. പിന്നെ ദർ ഈസ് എ അൺകൺട്രോൾഡ് മൂവ്മെൻറ്റ്സ് ലൈക്ക് പിന്നെ വോമിറ്റിംഗ്, ബ്രീത്തിങ് ഹോൾഡിങ് ആൻഡ് പാപ്പിലറി ഡൈലേഷൻസ് ഒക്കെ നമുക്ക് ഈ ഒരു സ്റ്റേജിലാണ് കാണുന്നത്. അപ്പോൾ തേർഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഒരു സർജിക്കൽ അനസ്തേഷ്യ. ഈ ഒരു ടൈമിലാണ് നമ്മൾ സർജറി അറ്റൻഡ് ചെയ്യുന്നത്. ഈ സ്റ്റേജിൽ സ്കെലറ്റൽ മസിൽസ് റിലാക്സ് ആവുന്നു, വോമിറ്റിംഗ് സ്റ്റോപ്പ് ആവുന്നു, റെസ്പിറേറ്ററി ഡിപ്രഷൻസ് ഒക്കെ ഒക്കർ ചെയ്യുന്നു, ഐ മൂവ്മെൻറ്റ്സ് സ്ലോ ആകുന്നു, പിന്നെ അത് നമ്മൾ സ്റ്റോപ്പ് ആവുന്നു. ആൻഡ് ഈ ഫേസിനെ തന്നെ നമ്മൾ 4 പ്ലെയിൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ ഐ ഇനീഷ്യൽ റോളിംഗ്, ദെൻ ബിക്കം ഫിക്സ്ഡ്, ലോസ് ഓഫ് കോർണിയൽ ആൻഡ് ലാരിഞ്ചൽ റിഫ്ലെക്സ്, pupil dilated and loss of right reflex and intercostal paralysis and shallow abdominal respiration. Next is the stages. Fourth stage, ഈ സ്റ്റേജിൽ ടു മച്ച് മെഡിക്കേഷൻ, മീൻസ് ഇത് ഓവർഡോസ് ആയിട്ടുള്ളൊരു സ്റ്റേജാണ്. നമ്മൾ ടു മച്ച് ആയിട്ടുള്ള മെഡിക്കേഷൻസ് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ സ്റ്റേജിലേക്ക് നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ മെഡുലറി പാരലിസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് അബൌട്ട് റീജിയണൽ അനസ്തേഷ്യ. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സ്പെസിഫിക് റീജിയൻ അല്ലെങ്കിൽ ഒരു ഇതിലേക്കാണ് നമ്മൾ അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്യുന്നത്. അറൗണ്ട് എ നെർവ് ബ്ലോക്ക് അല്ലെങ്കിൽ സ്പൈനൽ കോഡ് ആവാം, അല്ലെങ്കിൽ നമുക്ക് ബ്ലോക്ക് പെയിൻ ഫ്രം ലാർജർ ബട്ട് ലിമിറ്റഡ് പാർട്ട് ഓഫ് ദ ബോഡി. നമ്മൾ ഫുൾ വേണ്ട, നമുക്കൊരു സ്പെസിഫിക് ഏരിയ അല്ലെങ്കിൽ റീജിയനിലേക്ക് മതി. അതിനാണ് നമ്മൾ റീജിയണൽ അനസ്തേഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് റീജിയണൽ അനസ്തേഷ്യയാണ് സ്പൈനൽ കോഡ്. എന്ന് പറയുമ്പോഴത്തേക്ക് ലോവർ അബ്ഡോമിനൽ, പെൽവിക്, റെക്ടൽ, ലോവർ എക്സ്ട്രിമിറ്റി സർജറീസിലൊക്കെയാണ് നമ്മൾ സ്പൈനൽ കോഡ് ജനറൽ അനസ്തേഷ്യ കൊടുക്കുന്നത്. ഈ ടൈപ്പ് ഓഫ് അനസ്തേഷ്യ ഇൻജെക്ടിങ് ദ സിംഗിൾ ഡോസ് ഓഫ് അനസ്തെറ്റിക് ഏജൻറ്റ്സ് ഡയറക്ട്ലി ഇൻ ടു ദ സ്പൈനൽ കോഡ്.
ഇൻ ദ ലോവർ ബാക്ക് കോസിങ് നംനെസ് ഇൻ ദ ലോവർ ബോഡിയിലേക്ക് നംനെസ് കൊടുത്തിട്ട് നമുക്ക് ചെയ്യുന്നൊരു പ്രൊസീജിയറാണ് സ്പൈനൽ കോഡ് അനസ്തീഷ്യ. ഈ ഒരു പോയിൻ്റിലാണ് കൊടുക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇസ് എപ്പിഡ്യൂറൽ ഓർ കോഡൽ അനസ്തീഷ്യ മീൻസ് പ്രഗ്നൻറ്റ് ചൈൽഡ് ബർത്തിൻ്റെ ടൈമിൽ നമ്മൾ കൊടുക്കുന്നതാണ് എപ്പിഡ്യൂറൽ അനസ്തീഷ്യ. ഈ അനസ്തീഷ്യ is similar to spinal anesthesia commonly used for the surgery on the lower limbs. നമ്മൾ സ്പൈനൽ കോഡ് പോലെ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ ഒരു അനസ്തീഷ്യയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മെഡിക്കേഷൻസ് ഓൺ ദി ഫ്ലോയിൽ നമുക്ക് കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റും. Next is nerve block. Local anesthesia injecting a specific nerve or a group of nerve to block from the area of the body supplied by the nerve. നമ്മൾ ഷോൾഡറിൽ കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ലെഫ്റ്റ് ആമോ റൈറ്റ് ആമിലൊക്കെ നമുക്ക് പെയിൻ ഫ്രീ ആക്കണമെങ്കിൽ നമ്മൾ അതിന് കൊടുക്കുന്ന ഒരു നെർവ് ബ്ലോക്ക് ചെയ്യുന്നതാണ് നെർവ് ബ്ലോക്ക് അനസ്തീഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാൻഡ്സ്, ഫീറ്റ്, ആംസ്, ലെഗ്സ്, ഫേസസിലൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ നെർവ് ബ്ലോക്ക് അനസ്തീഷ്യാസൊക്കെ ഇൻജെക്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് അബൌട്ട് ലോക്കൽ അനസ്തീഷ്യ. ഇത് നമ്മൾ ടെമ്പററി ആയിട്ട് കുറച്ച് നേരത്തേക്ക് പെയിൻ റിലീഫിന് കൊടുക്കുന്ന ഒരു അനസ്തീഷ്യയാണ് ലോക്കൽ അനസ്തീഷ്യ. നമ്മൾ ഈ ടൈമിൽ പേഷ്യൻറ്റ് കോൺഷ്യസ് ആയിരിക്കും. ആൻഡ് ഫോർ മൈനർ സർജറീസിനും ലോക്കൽ അനസ്തെറ്റിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മളൊരു ഇഞ്ചെക്ഷൻ വഴിയാണ് നമ്മൾ സൈറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ അനസ്തീഷ്യനെ പറ്റിയിട്ട്. ഇതിൻ്റെ കോൺട്രാ ഇൻഡിക്കേഷൻ സിസ്റ്റം വൈസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ ഇനി ഫർദർ ടോപ്പിക്സ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക എല്ലാവരും. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.